നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് എന്ന ലാബിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് എന്ന ലാബിൽ നമുക്ക് നെറ്റ്വർക്കിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് നോക്കുന്നത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്നും ആ സെർവറിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ലാബിൽ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് നോക്കുന്നത് എന്താണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്നുള്ളതാണ്. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഈസ് എ computer network architecture in which many clients request and receive service from a centralized server. അപ്പോൾ നമുക്ക് ധാരാളം തരത്തിലുള്ള ക്ലയൻറ്റ് മെഷീൻസ് ഉണ്ട്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇവ ഒരു നെറ്റ്വർക്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെർവറുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ആ സെർവറിനെ നമ്മൾ ഹോസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയും. അപ്പോൾ ആ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സെർവറിൽ നിന്ന് അതിൻ്റെ ധാരാളം സർവീസുകൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ഈ ക്ലയൻറ്റിലേക്ക് റിസീവ് ചെയ്യും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മെഷീനാണ്. അപ്പോൾ ഈ ക്ലയൻറ്റുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് സെർവറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്നും ആ സർവീസ് റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് പ്രൊവൈഡ് ആൻ ഇൻ്റർഫേസ് ടു allow a computer user to request services of the server and to display the results the server returns. അതായത് നമ്മളൊരു ക്ലയൻറ്റ് മെഷീൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എന്ത് ഇൻ്റർഫേസ് ആണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഉപയോഗിക്കുന്ന യൂസറിന് ആ ആളിൻ്റേതായിട്ടുള്ള ഒരു സർവീസ് എവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യാം, നമ്മുടെ ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സെർവറിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ സെർവർ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അത് ഡിസ്പ്ലേ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ക്ലയൻറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റുകൾക്കനുസരിച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഷീനായിട്ടുള്ള സെർവറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. നമ്മളിപ്പോൾ പറഞ്ഞ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൻ്റെ ഒരു ഡയഗ്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിങ്ങളതിൽ നോക്കി, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ഉണ്ടാവും. ആ മെഷീനിലേക്ക് ബാക്കിയുള്ള കമ്പ്യൂട്ടറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു, നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ബാക്കിയുള്ള ക്ലയൻറ്റ് മെഷീനുകളെല്ലാം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സർവീസുകൾ സെർവറിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് സെർവർ ആ സർവീസസ് ക്ലയൻറ്റ് മെഷീനിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ആർക്കിടെക്ചറാണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ടു കണക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വേരിയസ് ഓട്ടോണമസ് കമ്പ്യൂട്ടേഴ്സ് ഓവർ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനകത്തുള്ള വിവിധ തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് അവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ആൻ ഓട്ടോണമസ് കമ്പ്യൂട്ടർ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടർ ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലോക്കൽ മെമ്മറി, ഹാർഡ്വെയർ ആൻഡ് OS. It is self-capable to perform operations and processing for a single user. അപ്പോൾ നമ്മൾ ഈ ഓട്ടോണമസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അവയ്ക്ക് ഓരോന്നിനും അവയുടേതായിട്ടുള്ള മെമ്മറിയും ഹാർഡ്വെയറും OSഉം ഒക്കെ ഉണ്ടാവും. അവ ഒരു സിംഗിൾ യൂസറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കേപ്പബിലിറ്റീസ് ഉള്ള ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. അവ ഒരു നെറ്റ്വർക്കിനകത്ത്, ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സെർവറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി, ആ സെർവറിൽ നിന്ന് നമ്മുടെ റിക്വസ്റ്റ് കൊടുത്ത് ഒരു സർവീസ് നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സെർവറിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇത്തരത്തിലുള്ള
സർവീസ് റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻലി റൺസ് ഓൺ എ പവർഫുൾ കമ്പ്യൂട്ടർ ദാറ്റ് റൺസ് ദ സെർവർ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഈ സെർവർ പ്രോഗ്രാം ഒക്കെ റൺ ചെയ്യത്തക്ക വിധത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിലാണ് നമ്മുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ സെക്യൂരിറ്റി ആൻഡ് കേപ്പബിലിറ്റി ഓഫ് മാനേജിംഗ് ദ ഡേറ്റ, യൂസർ, ഗ്രൂപ്പ്, ആപ്ലിക്കേഷൻ ആൻഡ് അതർ നെറ്റ്വർക്ക് ഫങ്ഷണാലിറ്റീസ്. അപ്പോൾ ഈ ഡേറ്റ മാനേജ് ചെയ്യാനും യൂസറിനെയും ഗ്രൂപ്പിനെയും ഒക്കെ മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ള അത്തരത്തിലുള്ള നെറ്റ്വർക്ക് ഫങ്ഷനാലിറ്റീസ് ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മെഷീൻ സെലക്ട് ചെയ്ത് അതിനകത്തേക്ക് ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള OS ഇൻസ്റ്റലേഷനാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് വിൻഡോസിൻ്റെ സെർവറാണ്. അപ്പോൾ എന്താണ് വിൻഡോസ് സെർവർ എന്ന് ചോദിച്ചാൽ അത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെർവറാണ്. അവരുടെ ഒരു ബ്രാൻഡ് നെയിമാണ് വിൻഡോസ് സെർവർ എന്നത്. അത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിക്കുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൈക്രോസോഫ്റ്റ് കമ്പനിക്കുള്ള ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ധാരാളം തരത്തിലുള്ള സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അത്തരത്തിലുള്ള കുറേ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരുകളാണ് നിങ്ങൾ കാണുന്നത്. വിൻഡോസ് സെർവർ 2003, 2003 R2, 2008, 2008 R2, 2012, 2012 R2, 2016, 2019. അപ്പോൾ ഓരോ ഇയറിൽ മാനുഫാക്ചർ ചെയ്യുന്ന വെച്ചാൽ അതിന് നമ്മൾ പല വെർഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളൊരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് വിൻഡോസിൻ്റെ 2012 എന്ന് പറയുന്ന സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. Windows Server 2012 is the 5th version of the Windows Server operating system by Microsoft as part of the Windows NT family of operating system. അതായത് മൈക്രോസോഫ്റ്റ് കമ്പനി പുറത്തിറക്കിയിട്ടുള്ള വിൻഡോസ് NT എന്ന് പറയുന്ന ഫാമിലിയിലുള്ള 5ാമത്തെ വെർഷൻ OS ആണ്, നെറ്റ്വർക്കിംഗ് OS ആണ് വിൻഡോസ് 2012 എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസ് 8, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ വിൻഡോസ് 8ൻ്റെ സെർവർ വെർഷനാണ് വിൻഡോസ് 2012 എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ചെയ്യുമ്പോൾ വിൻഡോസ്, അതായത് മൈക്രോസോഫ്റ്റ് കമ്പനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലയൻറ്റ് മെഷീൻ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന OSന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർവർ വെർഷനിലുള്ള OS ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ്. പക്ഷേ ഏത് തരത്തിലുള്ള OS ആയിരുന്നാലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ വിൻഡോസ് 8 എന്ന് പറയുന്ന ഡെസ്ക്ടോപ്പ് വെർഷനിലുള്ള OSന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് OS ആണ് സെർവർ 2012 എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡോസ് 2012 സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിസ്റ്റം റിക്വയർമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. CPU സോക്കറ്റ് മിനിമം 1.4 GHz ഓർ ഫാസ്റ്റർ ഫോർ സിംഗിൾ കോർ ആൻഡ് മൈക്രോസോഫ്റ്റ് റെക്കമെൻഡ് ഈസ് 3.1 GHz ഓർ ഫാസ്റ്റർ മൾട്ടി കോർ. അതായത് നമുക്ക് മിനിമം 1.4 GHz സ്പീഡുള്ള ഒരു സിംഗിൾ കോർ CPU സോക്കറ്റ് എങ്കിലും വേണം. ഒരു 64-ബിറ്റ് പ്രോസസ്സറായിട്ടുള്ള 1.4 GHz ഒരു സിംഗിൾ കോറ് CPU സോക്കറ്റ് എങ്കിലും വേണം. പക്ഷേ
കൂടുതൽ പെർഫോം ചെയ്യുന്ന തരത്തിലാണ് എങ്കിൽ 64 ബിറ്റ് പ്രോസസ്സർ 3.1 GHz ഉള്ള മൾട്ടി കോറിലുള്ള പ്രോസസ്സറാണ് എങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും. അതേപോലെ മിനിമം 2 GB റാം വേണം. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ മിനിമം 2 GB റാമെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസിന് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് 8 GB റാമാണ്. 160 GB ഹാർഡ് ഡിസ്ക് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് 60 GB സിസ്റ്റം പാർട്ടീഷൻ സ്പേസ് നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്ത് വേണം. നമ്മൾ സാധാരണഗതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എന്താണ് സിസ്റ്റം പാർട്ടീഷൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 60 GB ഉള്ള സിസ്റ്റം പാർട്ടീഷൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ 160 GB ഹാർഡ് ഡിസ്ക് മിനിമം വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ 2012 സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ DVD വെച്ചാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ ബയോസിനകത്ത് കയറുക. എന്നിട്ട് അതിൽ ഫസ്റ്റ് ബൂട്ടബിൾ ഡിവൈസ്, ബൂട്ട് ഓപ്ഷൻസ് ഉണ്ടാവും അതിനകത്ത് ഫസ്റ്റ് ബൂട്ടബിൾ ഡിവൈസ് എന്താക്കി മാറ്റുക, നമ്മുടെ DVD ആക്കി മാറ്റുക. എന്നിട്ട് നമ്മുടെ DVD ആ DVD ഡ്രൈവിലേക്ക് ഇട്ട് നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് പ്രസ് എൻ്റർ ടു ബൂട്ട് ഫ്രം DVD എന്നെഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ അവിടെ പ്രസ് എനി കീ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഒരു എൻ്റർ കീ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ DVD-യിൽ നിന്ന് ബൂട്ട് ചെയ്ത് ഫയൽസ് വിൽ സ്റ്റാർട്ട്, അതായത് ലോഡിംഗ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള സിസ്റ്റം ബൂട്ട് ചെയ്യാതെ നമ്മൾ എവിടെ നിന്ന് ബൂട്ട് ചെയ്യുകയാണ്, DVD-ക്കകത്ത് നിന്ന് ബൂട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മുടെ സെർവർ അതിനകത്തുള്ള ആ ഇൻസ്റ്റലേഷൻ ഫയലുകൾ ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഫയൽസ് ലോഡ് ചെയ്ത് അതിനുശേഷം നിങ്ങളിപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു സ്ക്രീനിലേക്ക് എത്തും. ആ സ്ക്രീനിനകത്ത് വിൻഡോസ് 2012 സെർവറിൻ്റെ ഇൻസ്റ്റലേഷൻ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ലാംഗ്വേജ് ടു ഇൻസ്റ്റാൾ, ടൈം ആൻഡ് കറൻസി, കീബോർഡ് ഓർ ഇൻപുട്ട് മെത്തേഡ് ഇതൊക്കെ നിങ്ങളെടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ US മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്വേജ് നമ്മൾ US ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു സ്ക്രീനിലേക്ക് എത്തും. അപ്പോൾ അവിടെ വിൻഡോസ് സെർവർ 2012 എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. അപ്പോൾ നമ്മൾ അതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു സ്ക്രീനിലേക്ക് എത്തും. നമുക്ക് ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, രണ്ട് ഓപ്ഷൻ അവിടെ കാണും നിങ്ങൾക്ക്. ഒന്ന് 2012 സെർവറിൻ്റെ സെർവർ കോർ ഇൻസ്റ്റലേഷനും, രണ്ടാമത് സെർവർ വിത്ത് GUI എന്നും പറഞ്ഞ് രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എന്താണ് ഈ സെർവർ കോറും GUI സെർവറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, സെർവർ കോറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ആ സെർവറിൻ്റെ ഷെല്ല് മാത്രം നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ കമാൻഡ് ലൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ ഈ സെർവറിനെ മാനേജ് ചെയ്യുന്നതെല്ലാം ത്രൂ കമാൻഡ്സ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഷെല്ല് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുന്ന തരത്തിലുള്ള പാക്കേജാണ് സെർവർ കോർ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സെർവർ വിത്ത് GUI എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വഴി നമുക്ക് ഡെസ്ക്ടോപ്പ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെർവറിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ GUI ആണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ സെർവർ വിത്ത് GUI എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ കാണുന്ന സ്ക്രീനിലേക്ക് എത്തും. ഈ സ്ക്രീനിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ, നമ്മുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ ലൈസൻസ് ടേംസ് ആണ് നമ്മളടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലൈസൻസ് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ളത് നമ്മൾ വായിച്ചു നോക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ആ എഗ്രി എന്ന് പറയുന്ന കോളത്തിൽ ആ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്ന് അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും രണ്ടാമത്തത് കസ്റ്റം എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും. അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് എങ്കിൽ അതിൻ്റെ ഫയൽസ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്ത് 2012 സെർവറിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഉള്ള മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അപ്ഗ്രേഡ് ചെയ്ത് 2012 സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാക്കി മാറ്റും. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. നമ്മുടെ ഫയൽസ്, നമ്മൾ അതിനകത്തുള്ള ഫയൽസ് എല്ലാം കീപ്പ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2012 സെർവറിനെ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് സ്പേസ് നമുക്ക് അതിൽ കാണിക്കും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്ക് സ്പേസ് ഇവിടെ ഇപ്പോൾ 120 GB ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ പാർട്ടീഷൻ ഒന്നാകെ, അതായത് ആ ഹാർഡ് ഡിസ്ക് സ്പേസിനെ മൊത്തത്തിൽ ഒറ്റ പാർട്ടീഷനായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പാർട്ടീഷൻ ആവശ്യമാണ് എങ്കിൽ നമ്മൾ അതിനകത്തുള്ള ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പാർട്ടീഷൻ സ്പേസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ 120 GB പാർട്ടീഷനുകളാക്കി മാറ്റാം. നമ്മളിപ്പോൾ ഈ 120 GB നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല, പാർട്ടീഷനായിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് നമ്മുടെ പാർട്ടീഷൻ സൈസ്, എത്ര സൈസിലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ നമ്മൾ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഏത് പാർട്ടീഷനിലോട്ടാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഫയൽസ് ഓരോന്നായിട്ട് ഇങ്ങോട്ട് ലോഡ് ചെയ്യപ്പെടും. അത് ഇൻസ്റ്റാൾ ചെയ്യും, അതിൻ്റെ ഫീച്ചേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യും, എന്നിട്ട് അത് ഫിനിഷ് ചെയ്ത് വരും. ഇതിൻ്റെ ഇടയിൽ ഈ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ ഇടയിൽ റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ DVD നിന്ന് ബൂട്ട് ചെയ്യാതെ ഈ പറഞ്ഞ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറിലേക്ക് അത് ഡയറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ ഈ പ്രോസസ്സ് ഇത് ഇനി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു സ്ക്രീനിലേക്ക് എത്തും. അതായത് വിൻഡോസ് സെർവറിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു യൂസറുണ്ട്. ആ യൂസറിനെ നമ്മൾ വിളിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. അതായത് ഇതിൻ്റെ ഫുൾ പ്രിവിലേജ് ഉള്ള ഒരു യൂസറാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ആ യൂസറിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അപ്പോൾ നമ്മളവിടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ താഴെ വീണ്ടും ആ പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഫിനിഷ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു സ്ക്രീനിലേക്ക് എത്തും. ആ സ്ക്രീനിൽ അതിൻ്റെ മുകളിലായി എഴുതിയിട്ടുണ്ട് പ്രസ് Ctrl+Alt+Del ടു സൈൻ ഇൻ. നമുക്ക് Ctrl+Alt+Del. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സൈൻ ഇൻ വിൻഡോ വരും. അപ്പോൾ ആ സൈൻ ഇൻ വിൻഡോയ്ക്കകത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന യൂസർ ആയിരിക്കും കാണുന്നത്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു ഡെസ്ക്ടോപ്പ് വിൻഡോയിലേക്ക് അതെത്തും. അവിടെ സെർവർ മാനേജർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കും. ഇപ്പോൾ നമ്മൾ വിൻഡോസ് സെർവർ 2012ൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ സെർവർ OS ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഈ സെർവർ OS വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ക്ലയൻറ്റിനെ കോൺഫിഗർ ചെയ്യുന്നതെന്നും ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതുമാണ് നമ്മളിനി ഇതിനകത്ത് നോക്കുന്നത്. അപ്പം നമുക്കത് അടുത്ത വീഡിയോയിലൂടെ നോക്കാം.